നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഭഗവത്ഗീത അവതരിപ്പിക്കപ്പെടുന്നത് മഹാഭാരതത്തിൻ്റെ നടുവിലാണ്. ഗീതയിലെ ആദ്യ ശ്ലോകം ഉച്ചരിക്കുന്നത് ധൃതരാഷ്ട്രരാണ്. ആത്മവികാസത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നിട്ടില്ലാത്ത ജീവാത്മാക്കളുടെ പ്രതിനിധിയാണ് ധൃതരാഷ്ട്രർ. അവർക്ക് ധർമ്മതത്വങ്ങൾ വെളിപ്പെടുത്തി കൊടുത്താൽ അവർ അതനുസരിച്ച് പ്രവർത്തിക്കില്ല. ഈ കാര്യം ധൃതരാഷ്ട്രരുടെ പേരിലും സ്വരൂപത്തിലും വ്യാസൻ പ്രതീകാത്മകമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രത്തെ വിടാതെ പിടിക്കുന്നവൻ എന്നാണ് ധൃതരാഷ്ട്രർ എന്ന പദത്തിൻ്റെ അർത്ഥം. ഭൗതിക ലോഭത്താൽ ബുദ്ധിക്ക് കാഴ്ചനഷ്ടം സംഭവിച്ചവനാണ് ധൃതരാഷ്ട്രർ. അതുകൊണ്ട് തന്നെയാണ് ധൃതരാഷ്ട്രരെ അന്ധനായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത്തരം ജീവന്മാരുടെ എല്ലാം തന്നെ പ്രതിനിധിയാണ് ധൃതരാഷ്ട്രർ. ശാസ്ത്രവും ഗുരു ഉപദേശവും ഒന്നും ഇത്തരക്കാരിൽ ഫലിക്കില്ല. ഇവർക്ക് യഥാർത്ഥ വിവേചന ശക്തിയിൽ നിന്നുള്ള അറിവുണ്ടാകില്ല. ഇവരെ അന്ധപ്രജ്ഞർ എന്ന് വിളിക്കാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം ഭാവയ കോഹം. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം ഭാവയ കോഹം. ആത്മജ്ഞാനവിഹീന മൂഢാ ആത്മജ്ഞാനവിഹീന മൂഢാ തേ പച്യന്തെ നരകനിഗൂഢാൻ തേ പച്യന്തെ നരകനിഗൂഢാൻ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇനി ശങ്കര സ്തോത്രാമൃതം. സുഖാസ്വാദനത്തിനായി അപ്രാപ്തങ്ങളായ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നത് കാമമാണ്. കാമം തടുക്കം പെടുമ്പോൾ അത് ക്രോധമായി പരിണമിക്കുന്നു. കാമത്തിൻ്റെ തന്നെ വർദ്ധിച്ച ഒരു തലമാണ് ലോഭം. മായയാൽ മോഹിച്ചിരിക്കുന്നത് തന്നെ ലോഭം. കാമക്രോധ മോഹങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ആരാകുന്നു എന്ന ആത്മവിചാരം ചെയ്യൂ എന്നുപദേശിക്കുന്ന ഭജഗോവിന്ദത്തിലെ 6-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. മോഹമുദ്ഗരത്തിൽ അഥവാ ഭജഗോവിന്ദത്തിൽ 5 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. 6-ാം ശ്ലോകം കാമം ക്രോധം ലോഭം മോഹം
त्यक्त्वात्मानं भावय कोऽहम् आत्मज्ञानविहीना मूढाः ते पच्यन्ते नरकनिगूढान् कामं क्रोधं लोभं मोहं त्यक्त्वात्मानं भावय कोऽहम् आत्मज्ञानविहीना मूढा ते पच्यन्ते नरकनिगूढान् कामं क्रोधं लोभं मोहं त्यक्त्वा കോഹം ഇതി ആത്മാനം ഭാവയ. ഉപദേശമാണ്. കാമത്തെയും ക്രോധത്തെയും ലോഭത്തെയും മോഹത്തെയും ഉപേക്ഷിച്ച് ത്യജിച്ച് കോഹം ഞാനാര് എന്ന് ആത്മാനം ഭാവയ, ആത്മാവിനെ ഭാവിക്കൂ, വിചാരം ചെയ്യൂ. എന്താ വിചാരം ചെയ്യേണ്ടത്? ഞാനാര് എന്ന്. ആരാണ് ഞാൻ? എന്താണ് എൻ്റെ സ്വരൂപം? എന്നാൽ ഈ വിചാരം സാധിക്കണമെങ്കിൽ, ഞാൻ ആര് എന്ന വിചാരം സാധിക്കണമെങ്കിൽ കാമക്രോധലോഭമോഹങ്ങളെ ജയിച്ചിരിക്കണം. ഇവിടെ കാമക്രോധലോഭമോഹങ്ങൾ എന്ന് പറഞ്ഞത് സമാനങ്ങളായ ചിത്തദോഷങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിക്കും വിധമാണ്. മത മാത്സര്യങ്ങൾ, അസൂയ, മലയാളത്തിൽ നമ്മൾ കുശുമ്പ് എന്ന് പറയുന്നത്, താരതമ്യ ബുദ്ധി, ഇങ്ങനെ അനേക ദോഷങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ദോഷങ്ങൾ ഉള്ളിലിരിക്കുമ്പോൾ എത്ര പുറമേക്ക് നമ്മൾ മയപ്പെടുത്തി മിനുസപ്പെടുത്തി സ്വയം അവതരിപ്പിച്ചാലും ആത്മവിചാരം നടക്കില്ല. അതൊക്കെ ഓരോ കൊരുക്കുകളാണ്. മനസ്സ് അതത് തുരുത്തിൽ കൊരുക്കി കിടക്കും. അതുകൊണ്ടാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇത്യാദികം ത്യക്ത്വാ എന്ന് പറയുന്നത്. കാമം അപ്രാപ്തമായ വസ്തുവെ സുഖഹേതുവിനായി പ്രാപിക്കാനുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ തനിക്ക് അപ്രാപ്തമായൊരു വസ്തു, അതെന്തോ ആവട്ടെ, ആണോ പെണ്ണോ മറ്റേതെങ്കിലും വിഷയങ്ങളോ എന്തോ ആവട്ടെ, അപ്പോൾ ഇപ്പോൾ അപ്രാപ്തമായ ഒന്ന് സുഖഹേതുവിനായിക്കൊണ്ട്, അതായത് അത് ലഭിച്ചാൽ സുഖമുണ്ടാവും എന്ന സങ്കല്പത്തോടു കൂടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് കാമം. ഏതെങ്കിലും പ്രകാരത്തിൽ തൻ്റെ കാമം തടസ്സപ്പെടുമ്പോൾ, തൻ്റെ കാമ്യപ്രാപ്തിക്ക് അഥവാ കാമോപഭോഗത്തിന് ആരെങ്കിലും എന്തെങ്കിലും തടസ്സമായി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ക്രോധത്തെ ജനിപ്പിക്കുന്നു, നമ്മൾ ക്രുദ്ധരാകുന്നു. അപ്പോൾ ക്രോധത്തിൻ്റെ മൂലം കാമമാണ്. കാമമൂലമോ? ഒരു സംശയമില്ലാതെ പറയാം, അജ്ഞാനമാണ്. ആ വിചാരത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ കാമം, ക്രോധം, ലോഭം. ലോഭം എന്ന് പറയുമ്പോൾ ധാർമ്മികമായി ന്യായമായി ചെലവഴിക്കാൻ മനസ്സ് വരാതിരിക്കുക, തൻ്റെ വിഭവങ്ങളെ പങ്കുവയ്ക്കാൻ മനസ്സ് വരാതിരിക്കുക, ചെലവഴിക്കാൻ മനസ്സ് വരാതിരിക്കുക, ഒപ്പത്തിനൊപ്പം ഇനിയും വേണം എന്നുള്ള അത്യാഗ്രഹവും ഉണ്ടാവുക. ലോഭത്തിന് ഇത് രണ്ടുമുണ്ട്. ഇനിയും വേണമെന്നുള്ള ആഗ്രഹവുമുണ്ട്, ന്യായമായി ചെലവഴിക്കാൻ മനസ്ഥിതിയില്ലായ്മയുമുണ്ട്. ഇനി മോഹം. മോഹമെന്ന് പറയുമ്പോൾ ശരിയേത് തെറ്റേത്, വേണ്ടതേത് വേണ്ടാത്തതേത്, ഗ്രാഹ്യം ത്യാജ്യം, കാര്യം അകാര്യം, ഇവയെ ഒന്നും തിരിച്ചറിയാൻ കഴിവില്ലായ്മ, തീർത്തും ഭ്രമിച്ചിരിക്കുന്ന മോഹിച്ചിരിക്കുന്ന അന്ധകരണത്തിൻ്റെ അവസ്ഥ, അതാണ് മോഹം. ഇത്രയും പറഞ്ഞതുകൊണ്ട് മതം മാത്സര്യം അസൂയ തുടങ്ങിയ മറ്റ് ചിത്തദോഷങ്ങളെ മുഴുവൻ അർത്ഥമാക്കും. ഇവയെ കാമം ക്രോധം ലോഭം മോഹം
ത്യക്വാത്മാനം ഭാവയ കോഹം. ത്യജിച്ചിട്ട്, ഉപേക്ഷിച്ചിട്ട്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാമം തുടങ്ങിയവയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ത്? കാരണം എന്തെങ്കിലും ഒന്നിനെ ഉപേക്ഷിക്കുക എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും അത് ഉപേക്ഷിതമാകുന്നില്ല. എന്നാൽ എന്തെങ്കിലും ഒന്നിനെ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ത്യക്വാ, ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്ത്? ഒരു സന്ദേഹവുമില്ലാതെ പറയാം, ഏതെങ്കിലും ഒന്ന് അപ്രസക്തമായി തീരുമ്പോൾ അത് നമ്മളാൽ ഉപേക്ഷിതമാകുന്നു. ഏതെങ്കിലും ഒരു വിഭവം, ഇന്നതെന്ന് പറയുന്നില്ല. ഇന്നലെ വരെ നമ്മെ ആകർഷിച്ച് മഥിച്ചപ്പോൾ നമ്മൾ അതിനടിമയായിരുന്നു, നമ്മളതിനെ കാമിച്ചിരുന്നു. എന്നാൽ ഇന്നത് അപ്രസക്തമായി തീരുമ്പോൾ പിന്നെ അതിനെ സംബന്ധിച്ച് ചിന്ത നമുക്കില്ല. അത് നമ്മളെ മുമ്പിൽ വന്നാലും ഇല്ലെങ്കിലും തുല്യമാണ്. ഒന്ന് അപ്രസക്തമായി കഴിഞ്ഞാൽ അതിനെ അടുപ്പിക്കാനും നോക്കുന്നില്ല, അകറ്റാനും നോക്കുന്നില്ല. അത് വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം, എപ്പോഴും സമഭാവമാണ്. ഇങ്ങനെ അതിക്രമിച്ചാൽ മാത്രമേ ത്യജിക്കപ്പെട്ടതാകൂ, അല്ലാതെ ത്യജിക്കപ്പെട്ടതാവില്ല. അപ്പോൾ കാമം, ക്രോധം, ലോഭം, മോഹം ത്യക്വാ എന്നുള്ളതിന്, ത്യജിച്ചിട്ട് എന്നതിന് അതിക്രമിച്ചിട്ട്, അത് അപ്രസക്തമാക്കി തീർന്നിട്ട് എന്നൊക്കെ അർത്ഥം മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് വേണം? അത് നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ചർച്ച ചെയ്യാം. സന്ധ്യാദീപം. ഇനി സനാതനധർമ്മം. നമസ്കാര. നമ്മൾ വളരെ പ്രസക്തമായൊരു ചോദ്യം നമുക്കിന്ന് കൈകാര്യം ചെയ്യാം. നമ്മൾ സാധാരണ പറയാറുണ്ട്, കുരുക്ഷേത്ര യുദ്ധം ഒരു ധർമ്മയുദ്ധമാണ്. ആ ധർമ്മയുദ്ധത്തിൽ നീ നിൻ്റെ പങ്ക് നിർവഹിക്കാനാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. അതാണ് നമ്മൾ ഗീതോപദേശത്തിൻ്റെ സാരമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ധർമ്മയുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ നീ അപവാദത്തിന് പാത്രമായി തീരും. ലോകം മുഴുവൻ നിന്നെ അപമാനിക്കും, കീർത്തി യശസ്സും നശിക്കും. അത് ഒരിക്കലും നിനക്ക് ശ്രേയസ്കരമല്ല. ഇനി യുദ്ധത്തിൽ നീ മരിച്ചു പോയാൽ പോലും നിനക്ക് സ്വർഗം ലഭിക്കും, വീരസ്വർഗം ലഭിക്കും. വിജയിക്കുകയാണെങ്കിൽ നിനക്ക് രാജ്യഭവങ്ങൾ ലഭിക്കും. അതുകൊണ്ട് എന്തായാലും ഈ ധർമ്മയുദ്ധത്തിന് പിന്തിരിയാൻ പാടില്ല. ഇതാണ് കൃഷ്ണൻ ഗീതയെ കൂടി അർജുനന് ഉപദേശിക്കുന്നതായിട്ടാണ് നമ്മൾ പുതിയ ജനങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഗീത അതിനുള്ള ശാസ്ത്രമല്ല. ഗീത വാസ്തവത്തിൽ ഒരു മോക്ഷമാർഗം, മോക്ഷ കവാടം അർജുനന് തുറന്നു കൊടുക്കുകയാണ്. പക്ഷേ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം ആ സമയം അർജുനത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അർജുനത് പ്രയോജനപ്പെട്ടില്ല. പക്ഷേ അർജുനനെ നിമിത്തമാക്കി ഭഗവാൻ ഗീത ഉപദേശിച്ചത് കൊണ്ട് എത്രയോ തലമുറകളായിട്ട് നമുക്ക് ഭാരതത്തിനത് മാർഗദർശനമായിട്ട് തീർന്നിരിക്കുന്നു. ഇന്നത്തെ ഭരണാധികാരികൾക്ക് പോലും അവരുടെ ഒരു കൈപ്പുസ്തകമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഭഗവത്ഗീതയാണ്. അവരുടെ ജീവിതത്തിന് മാർഗദർശനം, അവരുടെ രാഷ്ട്രതന്ത്രം മെനയാൻ ഉപയോഗിക്കുന്നതെല്ലാം ഭഗവത്ഗീതയാണ് അവർ ആശ്രയിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ പറയാറുണ്ട്, സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വേദങ്ങളാണെന്ന് പറയാറുണ്ട്. പക്ഷേ വേദങ്ങൾ മനസ്സിലാക്കാൻ ആർക്ക് സാധിക്കും? അത് മനസ്സിലാക്കിയ വിരലെണ്ണാവുന്ന പണ്ഡിതന്മാരെ ഇന്ന് കേരളത്തിലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭാരതത്തിലുണ്ടാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധാരണ എളുപ്പമല്ല. താരതമ്യേന ആ വേദത്തിൻ്റെ സാരസംഗ്രഹമായിട്ടുള്ള ഗീത ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശിച്ച്, ഭഗവാന്റെ തന്നെ അംശാവതാരമായിട്ട് പറയുന്ന വ്യാസഭഗവാൻ ഭഗവാന്റെ തന്നെ ഭഗവത് രൂപമായ ഗണപതിയെ കൊണ്ട് എഴുതിച്ച് അങ്ങനെ ലോകം മുഴുവൻ എത്തിച്ചേർന്ന ആ ഭഗവത്വാണി, ആ ഭഗവത്ഗീത നമ്മൾ വാസ്തവത്തിൽ സനാതന അടിസ്ഥാന ഗ്രന്ഥമായിട്ട് വരാൻ പോകുന്ന തലമുറകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഗ്രന്ഥം രചിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ വാക്കുകൾ ഉപകാരപ്പെട്ടത് അർജുനേക്കാൾ ഉപരിയായിട്ട് ഈ വരുന്ന തലമുറക്കാണ്, എത്രയോ തലമുറകൾക്കാണ്. അപ്പോൾ ആ ഗീതയുടെ സന്ദേശം അവിടെ ഇരിക്കട്ടെ. പക്ഷേ അവിടെ പറയുന്നൊരു കാര്യം ഇതൊരു ധർമ്മയുദ്ധമാണെന്ന്. അതെങ്ങനെയാണ് ധർമ്മയുദ്ധമാകുന്നത്? കാരണം ഒരുപാട് അധർമ്മങ്ങൾ നമ്മൾ ആ യുദ്ധത്തിൽ പാണ്ഡവരും ചെയ്യുന്നുണ്ട്, കൗരവരും ചെയ്യുന്നുണ്ട്. കൗരവർ അധർമ്മം തുടങ്ങി വെച്ചു. അതിന് ശേഷം പാണ്ഡവരും അധർമ്മം ചെയ്യാൻ തുടങ്ങി. യുദ്ധനീതികളൊക്കെ രണ്ടു കൂട്ടരും ലംഘിച്ചു. അപ്പോൾ അത് ശരിയാണോ? ഇതാണ് വളരെ കാലമായിട്ട് നമ്മൾ നേരിടുന്നൊരു ചോദ്യം, പലരും ചോദിക്കുന്നൊരു ചോദ്യം. അപ്പോൾ അവിടെ എല്ലാം അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, യുദ്ധ നിയമങ്ങളെ ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നിടത്ത് പാണ്ഡവന്മാരെ പ്രേരിപ്പിക്കുന്ന എല്ലാം കൃഷ്ണനാണ്. അത് യുധിഷ്ഠിരോട് കള്ളം പറയാൻ പറയുന്ന കൃഷ്ണനാണ്, നിരായുധനായ കർണനെ കൊല്ലാൻ പറയുന്ന കൃഷ്ണനാണ്,
അവിടെയൊക്കെ നമ്മൾ കൃഷ്ണനെ കാണാൻ സാധിക്കും. അപ്പോൾ ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ അവതാരമായിട്ടുള്ള കൃഷ്ണൻ തന്നെ ഒരു യുദ്ധനീതി ലംഘിക്കാൻ പറയുന്നത് എന്തിനാണ്? ഇത് ശരിയാണോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ നേരിടുന്ന ചോദ്യം. പക്ഷെ അതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കൃഷ്ണനെ വിമർശിക്കുന്ന നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറകൾ കൃഷ്ണൻ ചെയ്തത് ശരിയായില്ല, നമ്മളായിരുന്നു അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മുൻ തലമുറയിലുള്ള പല വ്യക്തികളും രാജാക്കന്മാരും അവരെന്താണ് ചെയ്തത്? നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൻ്റെ അടിമത്തം പോലെ ദീർഘമായൊരു അടിമത്തം ലോകത്തിൽ ഒരു രാജ്യത്തും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. 1000 വർഷത്തെ അടിമത്ത ചരിത്രം ഭാരതത്തിന് മാത്രമേ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഈ 1000 വർഷം അടിമകളായിട്ട് കഴിഞ്ഞിട്ടും 2 എന്താ പറയുക അധീശ മതങ്ങൾക്ക് കീഴിൽ കഴിയേണ്ടി വന്നിട്ടും ഇന്നും ആ സനാതനധർമ്മം ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് സനാതനധർമ്മത്തിൻ്റെ ഋഷി പരമ്പരയുടെ ഒക്കെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്, മഹാത്മ്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ സനാതനം എന്ന വാക്കിനെ അനർത്ഥമാക്കുന്നു, നശിക്കാത്തതാണെന്നുള്ള വാക്കിനെ അനർത്ഥമാക്കുന്നത് ഈ നിലനിൽപ്പിൽ കൂടിയാണത്. ഇത്രയും വർഷം നിലനിന്ന ഒരു സംസ്കാരം അടിച്ചമർത്താൻ പരമാവധി ശ്രമിച്ചിട്ടും നശിക്കാതെ നിലനിന്നൊരു സംസ്കാരം ഇവിടെ ഈ മണ്ണിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ എന്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ പരാജയം നമ്മൾ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ യുദ്ധം നമ്മൾ നോക്കുക, ഗസ്നിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഗസ്നിയെ അദ്ദേഹം പരാജയപ്പെടുത്തി തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ധർമ്മയുദ്ധ നിയമങ്ങൾ അദ്ദേഹം പാലിച്ചു. എതിരാളി കീഴടങ്ങുകയാണെങ്കിൽ അവർക്ക് മാപ്പ് കൊടുത്ത് തിരിച്ചു വിട്ടു. എന്നെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ തയ്യാറായില്ല. ചാണക്യൻ്റെ തന്ത്രങ്ങളൊന്നും അവിടെ അദ്ദേഹം ഉപയോഗിച്ചില്ല. ഇപ്പോൾ രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ രാവണൻ ക്ഷീണിക്കുന്നത് കാണുമ്പോൾ രാമൻ പറയുന്നുണ്ട്, ഇപ്പം നീ പോയി വിശ്രമിച്ചിട്ട് തിരിച്ചു വാ, പിന്നെ നമുക്ക് നാളെ കാണാമെന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് പൃഥ്വിരാജൻ ചെയ്തത്. പക്ഷെ രണ്ടാമത് ഗസ്നി വന്നപ്പോൾ നമ്മുടെ സൈന്യത്തിൻ്റെ ആ യുദ്ധ നിയമങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇപ്പോൾ ഒരു യുദ്ധം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? യുദ്ധം എന്നുള്ളത് ഒരിക്കലും നിയമങ്ങൾ പാലിക്കാനുള്ള വേദിയല്ല. എങ്ങനെയും തന്നെ ഈ ശത്രുവിനെ ഇല്ലാതാക്കുക, സംഹരിക്കുക, അത് മാത്രമാണ് യുദ്ധത്തിൻ്റെ ലക്ഷ്യം. യുദ്ധത്തിൽ 2 ആളുകളെ ജീവനോട് അവശേഷിക്കുള്ളൂ. അതാണല്ലോ യുദ്ധം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ പൂർണ്ണമായ ശത്രുവിൻ്റെ പൂർണ്ണമായ വിനാശമാണ് ചാണക്യൻ പറയുന്നത്. നമ്മുടെ യുദ്ധനീതി പറയുന്നതാണ്. യുദ്ധത്തിൻ്റെ താല്പര്യം ശത്രുവിൻ്റെ പൂർണ്ണമായ വിനാശമാണ്, വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരാത്തവണ്ണം. ഒരു കനലെങ്കിലും ബാക്കി കിടക്കുകയാണെങ്കിൽ കാട്ടിൽ വീണ്ടും തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഗസ്നി ചെയ്തത്. ഗസ്നി നമ്മുടെ ആക്രമിച്ചത്, പൃഥ്വിരാജനെ ആക്രമിച്ചത് വെളുപ്പാങ്കാലത്തായിരുന്നു. വെളുപ്പാങ്കാലത്ത് ഒരാൾ 3 മണി സമയത്തൊക്കെ. അപ്പോൾ ഒരു അന്നത്തെ കാലത്ത് സൈന്യം മുഴുവൻ ക്ഷത്രിയർ മാത്രമേ യുദ്ധത്തിന് പോവുള്ളൂ, ഭാരതീയരെ സംബന്ധിച്ചോളൂ. വിദേശികളെ സംബന്ധിച്ച് അങ്ങനെ വിദേശാക്രമണക്കാർ എന്ത് ചെയ്യും? എല്ലാ പുരുഷന്മാരെയും ഒന്നിൽ വധിച്ച് ഇല്ലാതാക്കും, അല്ലെങ്കിൽ പിടിച്ച് മതം മാറ്റി അവരുടെ സൈന്യത്തിലെ മുൻനിരയിൽ പിടിച്ച് നിർത്തും. അപ്പോൾ ഒന്നിൽ യുദ്ധം ചെയ്ത് മരിക്കണം, അല്ലെങ്കിൽ മതമാറ്റത്തിന് വിധേയരായിട്ട് മരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ച് വേറെ വഴികളൊന്നുമില്ല, എല്ലാ പുരുഷന്മാരും. അപ്പോൾ അവരെ സംബന്ധിച്ച് സൈന്യബലം വളരെ കൂടുതലാണ്. അപ്പോൾ അവരുടെ വ്യക്തികൾ മരിക്കുന്നില്ല, അവരുടെ ആൾക്കാർ മരിക്കുന്നുമില്ല. അവർ ഈ മതം മാറ്റുന്നവരെ പിടിച്ചാണ് മുമ്പിൽ നിർത്തുന്നത്, സൈന്യരെയാണ് പിടിച്ച് മുൻപിൽ നിർത്തുന്നത്. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് ക്ഷത്രിയർ മാത്രമല്ല, ക്ഷത്രിയരാണെങ്കിൽ എല്ലാവരും ഈ ത്രൈവർണിയർ എന്ന് പറയുന്നവരെല്ലാവരും രാവിലെ വൈദികമായ രീതിയിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് കുളിയും തേവാരത്തിൻ്റെ പൂജകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ യുദ്ധത്തിനൊക്കെ ഇറങ്ങുള്ളൂ. ആ സമയം ആയുധം എടുക്കില്ല. അവർ ആയുധമൊക്കെ വെച്ചിട്ട് അവർ നദിയിലേക്ക് കുളിക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്താണ് അവർ ആക്രമിക്കുന്നത്. അവിടെ യുദ്ധ നിയമങ്ങളൊക്കെ ശത്രു പാലിക്കും എന്ന് പ്രതീക്ഷിച്ചതാണ് നമ്മുടെ പരാജയത്തിന് കാരണം. അപ്പോൾ എപ്പോഴും നമ്മൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ യുദ്ധ നിയമങ്ങൾ പാലിക്കണം, മറ്റേ വ്യക്തി അതേ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറായിരിക്കണം. അത് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ യുദ്ധത്തിൽ വേറെ നിയമങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അവിടെ വിജയത്തിനാണ് പ്രസക്തി. എങ്ങനെ വിജയിക്കാൻ സാധിക്കും? എല്ലാ തന്ത്രങ്ങളും പയറ്റി തന്നെ വിജയിക്കണം. അതാണ് അവിടെ കൃഷ്ണൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ആ പാഠം നമ്മുടെ തലമുറയിൽ വേണ്ട പോലെ ഉൾക്കൊണ്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇനിയെങ്കിലും അത് ഉൾക്കൊള്ളണം. അതും കൂടി നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണ്. യുദ്ധത്തിൽ വേറെ നിയമമൊന്നുമില്ല. ശത്രുവിൻ്റെ സമ്പൂർണ്ണ വിനാശം മാത്രമേ യുദ്ധത്തിൽ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. പക്ഷേ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതിനുവേണ്ടി ഭഗവാൻ ദൂതുവരെ പോയി, ദൂതനായിട്ട് വരെ ചെന്നു. സൂചി കുത്താനുള്ള സ്ഥലം പോലും കിട്ടില്ല, ജീവിക്കാനുള്ള അവകാശം പോലും പാണ്ഡവർക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള അതുവരെ നമ്മൾ ക്ഷമിക്കണം, പരമാവധി ക്ഷമിക്കണം, ഒതുങ്ങിക്കൂടാൻ ക്ഷമിക്കണം. ഒന്നും പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് ശത്രുവിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയാൽ മാത്രമേ ആ യുദ്ധം അവസാനിക്കൂ. ഇതും കൂടെ നമ്മൾ അതിൽ നിന്ന് കുരുക്ഷേത്ര യുദ്ധത്തിന് ധർമ്മയുദ്ധമാക്കുന്ന ഇതുകൊണ്ടാണ്. ധർമ്മം നിലനിൽക്കണമെങ്കിൽ അധർമ്മികൾ ഇല്ലാതാവണം. ആ സമയത്ത് അതിനുള്ള പൂർണ്ണ വിനാശമായിരുന്നു ഭഗവാൻ ലക്ഷ്യമാക്കിയത്. സന്ധ്യാദീപം
അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. प्रातः भजामि भवभीतिहरं सुरेशं गङ्गाधरं वृषभवाहनमम्बिकेशं खट्वाङ्गशूलवरदाभयहस्तमीशं संसाररोगहरमौषधमद्वितीयम् प्रातर्भजामि शिवमेकमनन्तमाद्यम् സായുജ്യപദം അരികെ പുണ്യം നിറയുകയായി മനസ്സിൽ, ജന്മം വിടരുകയായുഷസ്സിൽ, അശരണവേദനയാൽ നീറും മകമിഴി തഴുകാനായി ആലത്തിയൂ ആഞ്ജനേയന്റെ അരികിലു തൊഴുതിടവേ ഞാനും പുതിയൊരു ഗതിയാങ്ങിതാ സ്വാമി. തൃക്കോവിൽ ഹനുമാനു പൂജ.